ഒരു കെട്ടിടം തകർന്നു ഒരു സ്ത്രീ മരിച്ചിരിക്കുകയാണ്. ഒരു കെട്ടിടം ഇങ്ങനെ ഇവിടെ പ്രവർത്തിച്ചു ഗുരുതരമായ ഒരു വീഴ്ചയല്ല, സമ്മതിക്കേണ്ടത്. ഇതിൽ വലിയ കാര്യങ്ങളൊന്നുമില്ല. നോക്കൂ, 2013 ഒരു കത്താണ്. 2013 ഒരു കത്താണ്. അസിസ്റ്റന്റ് എഞ്ചിനീയർ പറയുകയാണ്, നോക്കൂ, മേജർ പോർഷൻ ഓഫ് ദ സീലിംഗ് പ്ലാസ്റ്ററിംഗ് ഇസ് ഡാമേജ് ഇൻ എ ഡാമേജ് കണ്ടീഷൻ ആൻഡ് മേ ഫോൾ ഡൗൺ അറ്റ് എനി ടൈം. അതിൽ എന്താണ് തലയും കുത്തിയേക്കണ? എല്ലാം കയ്യിന്ന് പോവാ. ഈ ഇരിപ്പിൽ അങ്ങോട്ട് സമാധിയായാൽ മതിയായിരുന്നു. അത് നമുക്ക് ജില്ലാ കളക്ടറോട് പരിശോധിക്കാം. തൊട്ടപ്പുറത്ത് തന്നെ രോഗികളുണ്ടായിരുന്നു. അവരുടെ കൂട്ടിരിപ്പുകാർ ഇന്നും ഈ ആശുപത്രിയിലുണ്ടാവും. അവരോട് ചോദിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇത്രയും ചോദ്യങ്ങൾക്ക് ഉത്തരം അറിയാമെങ്കിൽ പണ്ടേ ഞാൻ കളക്ടറാണ്. ആരുടെ മയ്യത്ത് കാവലിരുന്നവനാണോ പിടിച്ച് എമർജൻസി സർവീസ് ഇരുത്തിയിരിക്കുന്നത്? വീഴ്ച ഉണ്ടായി എന്ന് സമ്മതിക്കാൻ കഴിയുന്നുണ്ടോ? അല്ല, അത് പരിശോധിക്കാൻ. അത് ഞങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല. പോയി ചത്തുടടാ. കെട്ടിടമാണ് സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആലയമാണ്. അവിടെ ഇത്ര പഴക്കമുള്ള ഒരു കെട്ടിടം നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ വീഴ്ച. കാര്യമത് സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? അതിന്റെ ഉത്തരവാദിത്തം മിനിസ്റ്റർ ഏറ്റെടുക്കേണ്ടതല്ലേ? നോക്കൂ, ഇത് ഈ ഘട്ടത്തിൽ നമ്മൾ ചെയ്തത് എന്താണെന്ന് പറയൂ. പാങ്ങാന്ന് പറയുമ്പം തേങ്ങാന്നാണല്ലോ ഈ പണ്ടാരം കേൾക്കുന്നത്. നിന്റെ ചെവിക്കിന് പറിച്ച് കളയാ. നമുക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പണി പൂർത്തീകരിച്ചിട്ട് ഇത് തുറന്നു അത് ഇവിടുത്തെ ഡോക്ടേഴ്സ് തന്നെ പറയും. അപ്പൊ മിനിസ്റ്ററും കൂടി പറയും. തന്നെ കൊണ്ടൊന്നും കൂട്ടിയേ കൂടില്ല. നല്ല പ്രായണ്ടല്ലേ, വല്ല പണിക്ക് പോയിക്കൂടെ? എനിക്ക് അർജന്റായിട്ട് തലവരെ പോകാറുണ്ട്. വണ്ടി എടുക്കണ പൊട്ട. എന്നാ ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി. സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പൊന്നു മോനെ.